ഇനി ധർമ്മദേവത അതെങ്ങനെയാ? നമ്മുടെ പൂർവീക കാലം മുതലേ ആരാധിച്ചു വന്നിരുന്ന ഈശ്വരഭാവങ്ങൾ, അതിനെയാണ് ധർമ്മദേവതകൾ എന്ന് വിളിക്കുക. ഉപാസനാ ദേവതകളുണ്ട്. അത് ചിലപ്പോൾ കാരണന്മാരായിട്ട് കൊണ്ടുവന്ന് ഉപാസിച്ചു കൊണ്ടുവന്ന ഏതെങ്കിലും ദേവതകളായിരിക്കും. പിന്നീട് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആ ഉപാസനയെ പിന്തുടർന്നു വരാം. അങ്ങനെയുള്ള ഉപാസനാ ദേവതകളുണ്ട്. ഇതുകൂടാതെ തട്ടകത്തമ്മ, ഇവിടെ ഭദ്രകാളി തട്ടകത്തെ ദേവതയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളുടെ പല അതിർത്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ ഭദ്രകാളി സങ്കല്പത്തിൽ അവിടെ ഒത്തുകൂടുകയും ആ ഗ്രാമീണരായിരിക്കുന്ന ആളുകൾ എല്ലാവരും അവരവരുടേതായ സമർപ്പണങ്ങളിലൂടെയും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരാതികളും എല്ലാം സമർപ്പിക്കുന്ന ഒരു ഇടമായി, സത്യത്തിൽ പഴയ കാലത്തെ ന്യായാന്യായ ശിക്ഷകൾ കൊടുക്കുന്ന ഇടം എന്ന രീതിയിൽ ഉള്ള സ്ഥാനത്തെ അധിദേവതാ സ്ഥാനമായിട്ടാണ് തട്ടകത്തമ്മയെ പറയാം. ആ തട്ടകത്തമ്മയെ പ്രസാദിപ്പിക്കുക എന്ന് പറയും. ദേശദേവതയും തട്ടകത്ത ദേവതയും ഒന്നാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ രണ്ടും രണ്ടായി തന്നെ ഇരിക്കും. ചില ചെറു ദേശങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കാവലാളായി ദേശദേവതകൾ ഇരിക്കും. ഇവിടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ദേശകത്തെയും തട്ടകങ്ങളെയും ഒക്കെ രക്ഷിക്കുന്നതായ ഭദ്രകാളി ഭാവങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ, അങ്ങ് തമിഴ്നാട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കാണുക നമ്മൾ കറുപ്പസ്വാമിയെയും മാരിയമ്മയെയും ഒക്കെ ആയിരിക്കും. കർണാടകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളൊക്കെ കാണാം. ബംഗാളിലെത്തുമ്പോൾ ഭവതാരിണിയായി, അവിടെ നിന്ന് ഇങ്ങ് പോരുന്നതിനനുസരിച്ച് മഹാരാഷ്ട്രയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മഹാലക്ഷ്മിയാണ്. മുംബൈ എന്ന് കേട്ടിട്ടില്ലേ? എന്താ മുംബൈ എന്ന് പറഞ്ഞ അർത്ഥം? മുംബൈ എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം മുംബാദേവിയുടെ ഇടം എന്നാണ്. മുംബാദേവി എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ജലത്തിനടിയിൽ നിന്ന് ഉദ്ധരിച്ച ഭൂമി എന്നർത്ഥത്തിലാണ് മുംബാദേവിയുടെ ഭൂമി എന്നർത്ഥത്തിലാണ് മുംബൈ എന്ന പേരുണ്ടായത്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ മുഴുവൻ വ്യവസായങ്ങളുടെയും ഉറവിടമായ സ്ഥാനമാണ് ബോംബെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാണാം നമുക്ക് ദത്താത്രേയ പാരമ്പര്യത്തിന്റെ അനവധി കാര്യങ്ങൾ നമുക്ക് അവിടെ ക്ഷേത്രങ്ങളിൽ ചെന്നാലായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോഴേക്ക്, കർണാടക തമിഴ്നാട് ഭാഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും മാരിയമ്മനും മറ്റും ഭാവങ്ങളായി. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഭഗവതി ഭദ്രകാളി എന്ന സങ്കല്പത്തിലായി. പക്ഷെ ഇവിടെയൊക്കെ ഈ ഭാരത ഭൂമിയിൽ മുഴുവൻ എവിടെ ചെന്നാലും ഈ ഭഗവതിയുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ശൈവ ശിവന്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പശുപതിയായും കിരാതമൂർത്തിയായും അനവധി ഭാവങ്ങളിൽ ശിവനെ കാണാൻ സാധിക്കും. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെയും നമുക്ക് കാണാം നരസിംഹമൂർത്തിയായും പല രൂപഭാവങ്ങളിൽ. അവിടെയൊക്കെ ശാസ്താവിനെയും കാണാം അല്ലേ? ശാസ്താവ് ത്രിത്വഭാവങ്ങളുടെ ആ സമന്വയമായിരിക്കുന്ന ശാസ്താവ്, ശൈവവും വൈഷ്ണവും ശാക്തയും ഒക്കെ കൂടിച്ചേർന്നതായ ഭാവമായിട്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സ്വരൂപങ്ങളിൽ ഈശ്വരനെ ആരാധിക്കാനുള്ള ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഈശ്വരൻ സ്വയം പ്രപഞ്ചമാണ് എന്ന തത്വത്തിൽ നിന്നാണ്. അതാണ് ഈശാവാസ്യമിതം സർവം, ഈ കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. ദേവീഭാഗവതത്തിൽ പറയുന്നു, സർവം ഖൽവിതമേവാഹം നാന്യദസ്തി സനാതനം. സനാതനമായിരിക്കുന്ന ഒരു തത്വം, നാശമില്ലാത്തതായി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാനാകുന്നു എന്നാണ് ഭഗവതി പറയുന്നത്. ഞാനല്ലാത്തതായി ഒന്നും തന്നെ ഇവിടെയില്ല. അപ്പൊ ആ ഭഗവതിയെ ഭദ്രകാളി എന്നാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് അല്ലേ? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കുലത്തെയും കുലധർമ്മത്തെയും എന്നെയും പരിപാലിക്കണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭദ്രകാളിയെ നമ്മൾ ആരായിട്ടാണ്, ഏത് ഭാവത്തിലാണ് കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എങ്ങനെയാണ്? കയ്യിൽ കരവാളുണ്ട്, ആയുധങ്ങൾ, അനവധി ആയുധങ്ങൾ ഏന്തിയ ഭദ്രകാളി രൂപങ്ങളുണ്ട്. 16 കൈകളുള്ള ഭദ്രകാളി രൂപമുണ്ട്, 18 കൈകളുള്ള രൂപമുണ്ട്, 8 കൈകളുള്ള, 4 കൈകളുള്ള, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളുണ്ട്. അതിന് കാരണം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ദേവീ ഭാഗവതത്തിലൂടെയും മാർക്കണ്ഡേയ പുരാണത്തിലെയും മഹാകാളി പുരാണത്തിലൂടെയും ഒക്കെ കടന്നു പോകണം. അവിടെയാണ് ഭഗവതി നടത്തിയതായ ആ ഘോരമായിരിക്കുന്ന യുദ്ധങ്ങളുടെ കഥകളൊക്കെ നമുക്ക് കാരനായിരിക്കുന്ന വേദവ്യാസന്റെ മനോഹരമായിരിക്കുന്ന ആശയലോകത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഭഗവതിയുടെ അനവധി കഥകൾ. അതില് ഈ ദേവീ ഭാഗവതത്തിലെ തുടക്കത്തിൽ നമ്മൾ ഭഗവതിയെ കാണുന്നത്, ഭഗവതിയുടെ അവതാരങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്.